എൻ്റെ പേര് സ്നേഹ. ഞാൻ പറപ്പൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കേട്ടിട്ട് കിട്ടിയ ഒരു സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ 2022 TTC കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് കേട്ടിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. കാറ്റഗറി 1 ആണ്. അപ്പോൾ അന്നെന്ന് പറയുമ്പോൾ നമ്മൾ TTC പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം ഇതും പഠിക്കുന്നുണ്ട്. അപ്പോൾ കേട്ടിട്ട് കിട്ടും എന്നുള്ളൊരു ഇതായിരുന്നു. നന്നായി പഠിക്കുമായിരുന്നു, പഠിച്ച്. പക്ഷേ ഫസ്റ്റത്തെ എക്സാമിൽ ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ ഒരു മാർക്ക് കിട്ടിയില്ല. 90 ഞങ്ങളുടെ പാസ് മാർക്ക്. പക്ഷെ അന്ന് എനിക്ക് 82 അങ്ങോട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ കുഴപ്പമില്ല, അടുത്തിൽ നോക്കാമെന്ന് വെച്ചു. അടുത്ത പരീക്ഷ എഴുതി. പക്ഷെ ഇതേപോലെ തന്നെ 5-6 മാർക്കിന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പം ഞാനിവിടെ ആദ്യമായിട്ടല്ല സാക്ഷ്യം പറയുന്നത്. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു ഇത് കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നു. അത് ഈ ആത്മാഭിഷേക മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു അനുഭവം എനിക്ക് മുന്നേ കൂട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ 4 എക്സാമോളം എഴുതി കഴിഞ്ഞ ശേഷമാണ് എനിക്കിപ്പം ഈ ആത്മാഭിഷേക മാതാവിനെ കുറിച്ച് അറിയുന്നതും കാര്യങ്ങൾ അതിനോട് പ്രാർത്ഥിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായത്. അപ്പം അങ്ങനെ ഞാൻ ആത്മാഭിഷേക മാതാവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരീക്ഷ എനിക്ക് കിട്ടിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമല്ലല്ലോ, അപ്പം ആദ്യം നമ്മൾ പഠിക്കുകയും കൂടി വേണം. കാരണം കുറേ പഠിച്ച് കിട്ടിയില്ല, ഇനിയിപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുക അപ്പം കിട്ടും എന്നുള്ള ലെവലായിരുന്നു. പക്ഷെ പഠിപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. 5 സബ്ബാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ 3 സബ്ജക്റ്റ് ഞാൻ എപ്പോഴും മെയിനായിട്ട് ഫോക്കസ് ചെയ്യാറ്. ബാക്കി എങ്ങനെയെങ്കിലൊക്കെ കിട്ടും എന്നുള്ളൊരിതാണ്. പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, അപ്പം എന്തായാലും കിട്ടും, അങ്ങനെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ആ പരീക്ഷ എനിക്ക് 4 മാർക്കിനായിട്ട് പോയി. പിന്നെയും അതുപോലെ തന്നെയാണ് പരീക്ഷ ചെയ്തത്. പക്ഷെ കുറെ കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ ഈ 5 വിഷയം എന്ന് നന്നായിരുന്നു പഠിച്ച് ഒപ്പം പ്രാർത്ഥനയും കൂടെ എന്ന് കൊണ്ടുപോകുന്നോ അന്ന് എനിക്ക് കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ ഈ അടുത്ത് വന്ന എക്സാമിൽ ഞാൻ ഇംഗ്ലീഷും മാത്സും എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അപ്പം അത് ഞാൻ അധികം ഫോക്കസ് ചെയ്യാറില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു, പഠിക്കേണ്ട അതേപടി ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിൽ എനിക്കെല്ലാം കൂടെ പോവും. അപ്പോൾ എനിക്ക് പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് അവിടെ എഴുതാനായിട്ട് പറ്റണേ എന്നുള്ളതായിരുന്നു ഒരു മെയിനായിട്ടുള്ളൊരു പ്രാർത്ഥന. അങ്ങനെ ഇംഗ്ലീഷും മാത്സും മലയാളം ഗ്രാമറൊക്കെ ആയിട്ടാണ് കൂടുതൽ വരിക. അപ്പോൾ അതൊന്നും കൂടെ ഞാൻ ഫോക്കസ് ചെയ്തു. അപ്പം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി വന്നു. അപ്പം എൻ്റെ ഒരു ക്രേസാണ് എക്സാം കഴിഞ്ഞ് വന്ന അപ്പം തന്നെ യൂട്യൂബിൽ നോക്കി ഞാൻ നോക്കും എത്ര മാർക്ക് എനിക്ക് ഉണ്ടാവും എന്നുള്ളത് നോക്കും. അങ്ങനെ അന്ന് പരീക്ഷ ഞാൻ മാർക്കൊക്കെ നോക്കിയപ്പോൾ 89 വന്ന് നിൽക്കുകയാണ്. 90 അപ്പോഴും തികഞ്ഞില്ല. അപ്പം ഞാൻ ദൈവമേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, കാരണം അത്ര എക്സാം എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിളായിരുന്നു. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ബാക്കി എല്ലാവരും ഏകദേശം പാസ്സാവും ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക, എനിക്ക് മാത്രം അപ്പോഴും ഇല്ല. ഞാൻ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് സങ്കടം കൊണ്ട് നിൽക്കാൻ പറ്റണില്ല. കാരണം 90 മാർക്കൊന്ന് കിട്ടി പാസ്സാവും, എത്ര നാളായി ഒന്നില്ലെങ്കിൽ. എല്ലാവരും കളിയാക്കും, കാറ്റഗറി 1 അല്ലേ ഇത് കിട്ടാത്ത, കാരണം LP സെക്ഷൻ പിള്ളേരെ പഠിപ്പിക്കാനുള്ളതാണ്, എന്താ അത് കിട്ടാത്തതെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ ആത്മാഭിഷേകന്റെ മാതാവിന്റെ പ്രാർത്ഥന ചൊല്ലിയിരുന്നു. പിന്നെ മനസ്സിൽ എപ്പോഴും ഒരു ഇതായിരുന്നു, ആത്മാഭിഷേക മാതാവെ സെറ്റാക്കി തരണേ അങ്ങനെയായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്ന സമയത്തും 1 മാർക്കിന് പോകുന്നതാണല്ലോ ഞാൻ ആക്കിയിരുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ ആത്മാഭിഷേക മാതാവിൻ്റെ ഒരു രൂപം, ഇതേപോലത്തെ ഒരു രൂപം എൻ്റെ വീട്ടിലുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് എന്നും എൻ്റെ കാര്യം സെറ്റാക്കി തരണേട്ടാന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കലുള്ളൂ. അങ്ങനെ റിസൾട്ട് വന്ന് എനിക്കൊരു ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല നോക്കാൻ. എൻ്റെ അനിയത്തിയാണ് നോക്കിയത്. കൃത്യം 90 മാർക്ക് കിട്ടിയിട്ടാണ് ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നത്. ഇതിപ്പം TTC എന്നല്ല, എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ആത്മാഭിഷേക മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തൊട്ടിട്ട് എന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ, എൻ്റെ ലൈഫിൽ വരുന്ന എന്ത് കാര്യമാണെങ്കിലും ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ സൈഡായിട്ട് ഇപ്പം ടീച്ചിങ് മാത്രമല്ല ഒപ്പം എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിലും എനിക്ക് നല്ല ടെൻഷനാണ്. അപ്പം ഞാൻ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് എപ്പോഴും വേറെ ആരുടെ പേര് മുതൽ ആത്മാഭിഷേക മാതാവെ ഒന്ന് റെഡിയാക്കി തരണേട്ടോ, ആ ഒരു മാതാവിൻ്റെ പേര് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഏതൊരു കാര്യത്തിനും പോവാറ്. അത് പോയി കഴിഞ്ഞാൽ അത്രയും നേരം ടെൻഷനോ അല്ലെങ്കിൽ പേടിയോ എന്ത് കോൺഫിഡൻറ്റ് അല്ലാണ്ട് ഞാൻ പോകുന്ന ഏതൊരു കാര്യമാണെങ്കിൽ പോലും മാതാവിനോട് പ്രാർത്ഥിച്ച് അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ സ്മൂത്തായി നടക്കും. അടിപൊളിയായിട്ട് നടന്നിട്ടുള്ളതാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. സോ ആത്മാഭിഷേക മാതാവ് നന്ദി പ്രശംസിക്കുന്നതാണ്. കണ്ണടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.